ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്, ചക്ക കൊണ്ട് ആറാട്ട്. പിന്നെ നേരത്തെ ലൈവ് വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാകും ഇന്ന് ചക്ക കളിയാണെന്ന്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ്, ഉപ്പ ഇവിടെ ഇരുന്നിട്ട് ചക്ക ഫുള്ള് ഉരുന്നിട്ട് എടുക്കുന്നുണ്ട്. 2-3 ദിവസമായി ഉപ്പ ചക്കയൊക്കെ പറിക്കണം, ഫുള്ള് പഴുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ പറിച്ച് വെക്ക്, ഒന്നിച്ച് പഴുക്കട്ടെ, അപ്പോൾ നമുക്ക് ഹൽവ ഉണ്ടാക്കിയിട്ട് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പ ചക്കയൊക്കെ പറിച്ച് വെച്ച് ഇന്നേക്ക് ഫുള്ളും പഴുത്തിട്ടുണ്ട്. അപ്പോൾ 2 വട്ട നിറയെ ചക്ക ഇതാ ഉരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉപ്പ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് രാവിലെ. ഉപ്പാക്ക് നല്ല സന്തോഷമായി ഇന്ന് ചക്കയൊക്കെ ഉരിയാൻ കിട്ടിയിട്ട്. ഉപ്പാക്ക് ഭയങ്കര ആവേശമാണ് കേട്ടോ. അപ്പോൾ ഇതാ ചക്ക ഉണ്ടാകുമ്പോൾ എന്തായാലും ഈച്ചയും കൂടെ വരുമല്ലോ, അതുകൊണ്ട് ഞാനിതാ ഒരു വട്ടക്ക് മൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം അതിൻ്റെ കുരുവൊക്കെ മാറ്റി കളയുക. ഇന്ന് പിള്ളേരൊക്കെ സ്കൂളിൽ സ്കൂളിൽ പോയതിന് ശേഷമാണ് നമ്മളെ പണിയൊന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ ഉരിഞ്ഞെടുത്തിട്ട് ഇനി മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. പിന്നെ അതിൽ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ സാധനമൊക്കെ വാങ്ങണത്ര. അതിന് മുന്നേ ഞാനിതാ വേഗം ഇതൊക്കെ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വലിയ ബക്കറ്റിൽ തന്നെ അത് എടുത്തൊഴിക്കുന്നുണ്ട്. പിന്നെ ആദ്യം ഒരു വട്ട നിറയെ ഇല്ലത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, എല്ലാം കൂടി ഒക്കെ പാട് ചെയ്തിട്ടാകുമ്പം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു വട്ടയിൽ മാത്രം അങ്ങനെ എടുത്തിട്ട് അതൊക്കെ അവിടെ മൂടി വെച്ചതിന് ശേഷം വേഗം വണ്ടിയും എടുത്തിട്ട് നമ്മൾ സ്വന്തം ബിസ്മില്ലയിലേക്ക് വിട്ട്. പിന്നെ അത് ഉണ്ടാക്കിയതിന് ശേഷം അത് ഒഴിക്കാനുള്ള കണ്ടെയ്നർ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും അവിടത്തേക്ക് പോയത്. പിന്നെ ഇതിലെ ബാക്കി സാധനങ്ങളൊക്കെ വേണം, അതുകൊണ്ട് പിന്നെ വേഗം അവിടെ തന്നെ പോയി. അവിടുന്ന് അതിൻ്റെ കണ്ടെയ്നർ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ മൂടി കിട്ടിയിട്ട്. അപ്പോൾ ഓനത് വന്നിട്ട് പരതിയായിരുന്നു. പിന്നെ അങ്ങനെ അതും കൂടി കിട്ടിയതിന് ശേഷം നമ്മിതാ പിന്നെ മൈദ വീട്ടിലേക്ക് ആവശ്യത്തിനാണ്, അല്ലാണ്ട് ചക്ക ഹൽവയിലിടാനല്ല കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി വേഗം വില്ലുമാക്കി അവിടെ നിന്ന് വന്നു വരുമ്പോൾ ഇതാ നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്തൊക്കെ മഴ വന്നിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിന്. ഫുള്ള് വണ്ടിയും കാര്യങ്ങളും ബ്ലോക്കും പിന്നെ സ്കൂളും എപ്പോഴും ലീവൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം നോക്കിയാൽ മഴ പെയ്യാൻ തുടങ്ങുമ്പം തന്നെ റെഡ് അലേർട്ടും മഞ്ഞ അലേർട്ടും ഒക്കെ കാണിച്ചു കൊടുക്കും. പിന്നെ മഴ പെയ്യോ, നല്ല ചൂട്ട് പൊള്ളുന്ന വെയിൽ, ചൂടാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ചൂടും. അങ്ങനെ നേരെ വിട്ടത് താത്താൻ്റെ വീടിൻ്റെ അടുത്തേക്കാണ്. ഓളുടെ അടുത്ത് നിന്ന് ഒരു സാധനം എടുക്കാനുണ്ടായിന്. അപ്പോൾ ഓളെ വീട്ടിലേക്ക് പോകാനൊന്നും ടൈമില്ല, അതുകൊണ്ട് ഓളെ വിളിച്ചിട്ട് പറഞ്ഞ് വേഗം പിന്നെ കൊണ്ടുത്താന്ന് പറഞ്ഞിട്ട് നമ്മളിത് അവിടെ വെയിറ്റാക്കി നിൽക്കുന്ന സമയം കൊണ്ട് 2 പേരൊക്കെ കണ്ട് നൊസ്റ്റു പണ്ടത്തെ കാലം അങ്ങനെയല്ലേ, വയ്ക്കുന്ന കണ്ട സാധനങ്ങളൊക്കെ എടുത്ത് തിന്നില്ല. ഇത് തിന്നാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ പറയണ്ട. ആരോ സാധനം ചോദിക്കാണ്ടെടുത്ത് നോക്കെ, അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഇതാ അണ്ണാക്കൊട്ടം കടിച്ച മാതിരി തന്നെ ആക്കിയിട്ടുണ്ട് പേരൊക്കെ. 2 ഓരോ പേരൊക്കെ, ചാത്തനും പൊത്തനും കൂടി ഓരോ പേരൊക്കെ ഇതെടുത്തിട്ട് താത്താനെ വെയിറ്റ് ചെയ്യുന്ന ഓള് വരുന്നുണ്ട്. അവളെ കാലുണ്ടില്ലേ, അപ്പോൾ ഓളോട് സാധനവും വാങ്ങിയിട്ട് വേഗം വീട്ടിലേക്ക് വിട്ട്. അപ്പം തന്നെ 12 മണിയായിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് തെക്കും വടക്കും നോക്കിയില്ല. പിന്നെ നമ്മുടെ ഉരുളിയെടുത്ത് അടുപ്പത്ത് വെച്ച് തീയൊക്കെ കത്തിച്ചു കൊടുത്തു നല്ല പാങ്ങിൽ. പിന്നെ തീ പറ്റാനൊരു കളിയുണ്ട്, അതുകൊണ്ട് അപ്പുറത്തെയും ഇപ്പുറത്തെയും ഒക്കെ വിറകൊക്കെ വെച്ചിട്ട് തീ നല്ല പോലെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കത്തിച്ചതിന് ശേഷം ഇതാ നമ്മുടെ ചക്കക്കൂട്ടിലെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത്. നമ്മൾ അരച്ച് വെച്ച ചക്കക്കൂട്ട് ഫുള്ളോ അതിലൊഴിക്കാൻ വേണ്ടി പറ്റിയില്ല, അതിലാവുന്നത്ര ഒഴിച്ചു കൊടുത്ത്. ഇതാ പിന്നെ തെറിക്കൽ എൻ്റെ പൊന്നോ, എത്ര ടൈം എടുത്തെന്ന് പറഞ്ഞോ. സാധാരണ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു 1 മണിക്കൂർ മതിയെന്ന്, പക്ഷേ ഇത് 12:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് വൈകുന്നേരം 6 മണിക്കാണ് ഇത്ര പോരെ ചക്ക ഹൽവ കിട്ടിയത്. ഉരുളി ഫുള്ളുണ്ടായ ചക്ക ഹൽവയാണ് ലാസ്റ്റ് ഈ കോലത്തിലേക്ക് എത്തിയത്. അപ്പോൾ ആർക്കെങ്കിലും ചക്ക ഹൽവ ആണെങ്കിൽ വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, പെട്ടെന്ന് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചക്ക ഹൽവ കിട്ടും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ തന്നെ ഏകദേശം ആളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സാധനം കിട്ടുന്നതാണ്. കഴിവതും അടുത്തുള്ളവർ വിളിക്കുകയോ ചോദിക്കുകയോ ചെയ്യുക. പിന്നെ ദൂരത്തേക്കൊന്നും കൊടുക്കാൻ അങ്ങനെ പറ്റൂല, അതുകൊണ്ടാണ്. പിന്നെ ഇൻഷാല്ല ബാക്കി നാളെയും കൂടെ ആക്കാനുണ്ട്. ഇന്നത്തെ ആക്കിയിട്ട് ഇത്ര കിട്ടിയിട്ടുണ്ട്, ഇനി നാളെയും കൂടെ ആക്കാനുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.